നമസ്കാരം, ഞാൻ ഷിബു കല്ലാർ. JS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക സ്പെഷ്യൽ സാധനമാണ്. നമുക്കിപ്പം ഇപ്പോൾ ഉള്ള കുട്ടികൾക്കെല്ലാം ഇത് വളരെ സ്പെഷ്യലാണ്. കാരണം ഇത് പണ്ടുള്ളവരിത് മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. ഇത് കുമ്പളപ്പം, വഷ്ണയില എന്ന് പറയും, ചിലർ വയണയില എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇതുണ്ട്. ഞാൻ കുമ്പളപ്പത്തിന്റെ ഇലയാണ് ഇത് കേട്ടോ. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അബദ്ധം പറ്റി. ഈ കുമ്പളപ്പം ചെന്നൈയിൽ കിട്ടാനില്ല. സംഭവം ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച ഞാനിത് ഫ്രിഡ്ജ് വെച്ചേക്കുമല്ലോ. അതാ ഇത് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് കുമ്പളാല തന്നെയാണ്. കുമ്പളപ്പം ആയിട്ടില്ല, ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഇത് കണ്ടോ. ഇത് ആക്ച്വലി ഇത് നമുക്ക് അരിപ്പൊടിയിലും ഉണ്ടാക്കാം, ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം. ഇത് അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചക്കപ്പഴമാണ്. ചക്കപ്പഴം നമ്മുടെ ചെന്നൈയിലെ കൊച്ചു കേരളത്തിലെ ചക്കപ്പഴം തന്നെയാണ്. ഇത് വെച്ചിട്ട് ഇപ്പം പല വിഭവങ്ങളായി. ഇത് ഞാനിങ്ങനെ ഒന്ന് കുഴച്ച് മിക്സിയിലിട്ട് അടിച്ചൊന്ന് വെച്ചേക്കാണ്. ഓക്കെ. അപ്പം ചിലർക്ക് ചക്കര എന്ന് പറയും. ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ശാല ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പീര. പിന്നെ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് കുറച്ച് നെയ്യാണ്. ഇത് എള്ള് ഞാനത് വറുത്തതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എള്ള് വറുത്തത്. പിന്നെ ഇത് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്. ഇത് തേങ്ങ വറുത്തതാണ് കേട്ടോ. വറുത്ത തേങ്ങ. അപ്പം ഞാനിതിനകത്ത് തേങ്ങ ചിലര് ഈ വറുത്ത തേങ്ങ ഇങ്ങനെ ഇടാറില്ല. പക്ഷെ കോട്ടയം സ്റ്റൈലില്, ഇടുക്കി കോട്ടയം ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ തേങ്ങ വറുത്തത് ചേർക്കും. അതൊരു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇതുണ്ടോ. ഈ ഇല ഇങ്ങനെ എടുക്കുക. ഇത് നമ്മൾ ഈർക്കിലി ആയാലും മതി. ഇതിപ്പോൾ ഞാൻ വേറൊരു ഇതാണ്. ഇങ്ങനെ കുത്തുക. ഇത് വളരെ ഈസിയാണ് സംഭവം. എന്നിട്ട് ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം എത്ര വാടിയാലും എന്നാ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു സംഭവമുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളി മണം, ആ പച്ച ഇലയുടെ മണം തന്നെ വരും. ചക്കപ്പഴം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ ശർക്കര കലക്കി വെച്ചിട്ടില്ലേ, ചൂടാക്കി നല്ല അരിക്കണം കേട്ടോ. ശർക്കര അരിച്ചില്ലെങ്കിൽ നന്നായിരിക്കില്ല. അല്ല കല്ലോ ഉള്ള ശർക്കരയാണെങ്കിൽ പ്രശ്നമാവും. ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കണം. അടുത്ത നമുക്ക് ഇതിലേക്ക് കുറച്ച് തിരുമിയ തേങ്ങ ഇടാം. തിരുമിയ തേങ്ങയിട്ട് ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ശർക്കരയുടെ പാനി ഞാൻ മൊത്തം ചേർത്തില്ല. കാരണം ഒരുപക്ഷെ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അത് പണിയാകും. വേണേൽ നമുക്ക് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. നെയ്യ് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇത് ഏലക്കാപ്പൊടി ഇട്ടു. വറുത്ത തേങ്ങ വറുത്തത്. അത് നെയ്യിൽ വറക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും വറക്കാം. എള്ളും ചേർക്കുക. ഇതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴക്കാം. ഇതായിരിക്കും. ഇതിപ്പം നമ്മൾ ശർക്കരപ്പാനിയും ചേർത്തു, ചക്കപ്പഴവും ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും മധുരത്തിന്റെ ഒരു ഭയങ്കര ചക്കടിക്കാൻ പാടില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നത്, ഒരു ശകല ഉപ്പ് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യാം.
ശകല ചേർക്കാവുള്ളൂ, ഒരുപാട് ചേർക്കല്ലേ. എന്നിട്ട് നമുക്ക് കുഴക്കാം. ഇപ്പം കുമ്പിളില എടുക്കുക. ഇല എടുത്തതിന് ശേഷം ഇതേപോലെ ഇതുപോലെ കുത്തുക. ഇതെടുക്കുക. അത് നമ്മൾ ഇതിൻ്റെ അളവ് നോക്കിയിട്ട് ഈ അളവിനനുസരിച്ചുള്ള മാവ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ഇതുണ്ടോ, ഇതിങ്ങനെ വളച്ചതിലേക്ക് ഇങ്ങനെ കുത്തുക. ഇതൊക്കെ പണ്ട് അമ്മൂമ്മമാരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയത്തില്ലായിരുന്നു. അറിയാവുന്നവർ പോലും ഇത് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് ഓട്ടമല്ലേ. അപ്പം അതുകൊണ്ട് ആർക്കും ഇതിനോടൊന്നും താല്പര്യമില്ല, ഇതിനൊന്നും സമയവുമില്ല. എല്ലാം ഫാസ്റ്റ് ഫുഡായി. ഇത് ഉണ്ടാക്കുക, ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വരുന്നത് നമ്മുടെ പഴയ കാലത്തിലേക്ക് പോകുമ്പോഴാണ്. എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഇല്ലാതിരിക്കില്ല. എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കണം, ഉണ്ടാക്കി ഇതേപോലെ ചെയ്തു നോക്കണം. ഇനിയിപ്പോൾ ഈ ഇഡ്ഡലി കുട്ടുക നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ആവിയിൽ വേണം ഇത് വേകാൻ. നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇനിയുമുള്ള പ്രോസസ്സ് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴുള്ള പ്രോസസ്സ് തന്നെയാണ്. അതായത് ആവിയിലാണ് ഇത് വേകേണ്ടത്. ഇച്ചിരി തീ കൂട്ടി വെക്കാം. ഒന്ന് തിളച്ചിട്ട് ഇവനൊന്ന് സെറ്റ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.